വാണിയമ്പറ EMS കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. വാണിയമ്പറ EMS കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 2024-25 SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. വാണിയമ്പറ പാൾ സൊസൈറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടികളിൽ യുവജന കമ്മീഷൻ അംഗവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. EMS കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി സജി മുദ്രക്കാലയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPIM പാണഞ്ചേരി LC സെക്രട്ടറി മനു പുതിയമഠം മുഖ്യാതിഥിയായി. മാത്യു നാനാൻ, ഷാജി MM, NK വിജയൻകുട്ടി എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പ്രദേശത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും തൃശൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ക്ഷീരമത്സ്യ സഹകരണ വിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ച ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മാത്യു നാനാൻ, പ്രാദേശിക വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പാണഞ്ചേരി അപ്ഡേഷന്റെ റിപ്പോർട്ടർ രാഹുൽ NC, MMA ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ബോക്സിംഗ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഉത്തര നിക്കൽ, ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയിൽ നിന്നും മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സിൽ 3ാം റാങ്ക് നേടിയ കൃഷ്ണപ്രിയ, ഡണ്ടൽ ബിരുദം നേടിയ ഫ്ലസി മേരി ഷാജി, EMS കലാ സാംസ്കാരിക വേദി സ്ഥാപക പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 2019 ആരംഭിച്ചതാണ്. ഇത് 6 വർഷമായി ഈ നമ്മുടെ കുതിരാൻ ഇപ്പുറത്തേക്ക് മണിയങ്ങാറ് മുതൽ നമ്മുടെ ഭാഗത്തുള്ള +2 SLC പരീക്ഷയിൽ വിജയിച്ചവരെ നമ്മൾ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഒത്തിരി കുട്ടികളുണ്ടാവുന്നതാണ്. എന്താ പ്രാവശ്യം 24-23 വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. കുറച്ച് കുട്ടികളോട് ഇനി വരാനുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കുട്ടികളെ ആദരിക്കുന്നതിനൊപ്പം തന്നെ ഈ പ്രാവശ്യം മുതൽ ഞങ്ങൾ ഈ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പലവരുണ്ട്. അവരെയും ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നുണ്ട്, ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൽ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്നത് KK രാധാകൃഷ്ണനാണ്. ഇതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലർ കേട്ടിട്ടുണ്ടാവും, അറിയുകയും ചെയ്യും. അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ്, യുവജന കമ്മീഷൻ അംഗവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സഖാവ് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു. അവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇവിടെ വിശിഷ്ട വ്യക്തിയെ മുഖ്യാതിഥിയായി എത്താമെന്ന് രാഹുൽ NC, പാണഞ്ചേരി അപ്ഡേഷൻ എന്നുള്ള പ്രാദേശിക ചാനൽ ഏതാണ്ട് 9 ഞാൻ ചോദിച്ചപ്പോൾ 9 വർഷത്തോളമായി പരിപാടി ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ തുടങ്ങിയിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ എന്ത് വിഷയങ്ങളും നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ കല്യാണത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ നമുക്ക് പാണഞ്ചേരി അപ്ഡേഷൻ നോക്കിയാൽ മതി, ഇവിടെ ബ്ലോക്ക് ഉണ്ടോ കാര്യങ്ങൾ. അങ്ങനെ ഇവിടുത്തെ പ്രദേശത്തെ ഏത് വിഷയങ്ങളിലും ഇടപെട്ട് കിടക്കുന്ന രാഹുലിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 19 നമ്മൾ തുടങ്ങിയത് EMS സാംസ്കാരിക വേദി തുടങ്ങിയത്. എന്നിട്ട് ഇന്ന് വരെ നമ്മൾക്ക്, പക്ഷേ ഇപ്രാവശ്യം കുട്ടികൾ കുറഞ്ഞു പോയി. രക്ഷിതാക്കളുണ്ട് അവർ കൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് 70ഓളം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. തുടക്കം നമ്മൾ MLA വന്ന് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർ അരുതയും രവീന്ദ്രൻ മാഷും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവരും വന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. ഇവരിവിടെ ആദ്യമല്ല, നീലിപ്പാരി വന്നിട്ടുണ്ട്. DYFIയുടെ മേഖലാ സമ്മേളനത്തിന് വേണ്ടി നീലിപ്പാരി വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം വാണിയമ്പറിൽ ആദ്യം നീലിപ്പാരി വന്നിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മൾ ഓരോ വർഷവും നമ്മൾ കുട്ടികളെ ആദരിക്കുന്നത് ഒരു പ്രോത്സാഹനമാണ്. കാരണം അറിയാമോ, കുട്ടികൾ നമ്മൾക്ക് ചെറിയൊരു ഇത് കൊടുക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് പാസ്സായാലും ഒരാൾ ഒന്നും വിളിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ആകെ വാണിയമ്പറ സ്റ്റേറ്റിൽ ഞങ്ങളൊക്കെ പണിയെടുത്ത ആൾക്കാരാണ്. അവിടെ ഒരു 100 പേരും വിളിച്ചു കൂട്ടിയിട്ട് 100 രൂപ കൈ തരും. സൂപ്പറിൻ്റെ നിലയിൽ ഓല വന്ന സമയത്ത് അയാൾ കഴിഞ്ഞപ്പോൾ അതും കഴിഞ്ഞു. ഒരു 100 രൂപ കൈ തരും ഞങ്ങളെ വിളിച്ചിട്ട്. ഇതാണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രോത്സാഹനം. ഇന്നതല്ല, ഇന്ന് നമ്മളെ കുട്ടികളെയും അവർ രക്ഷിതാക്കളെ ഇവിടെ വിളിച്ചു വരുത്തി ആ കുട്ടികൾക്ക് ഒരു മെമൻറ്റോ കൊടുക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദം വേറെയാണ്. പക്ഷെ മറ്റു കുട്ടികൾ, വരും തലമുറകൾ അത് കണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ പങ്കെടുക്കണം, ഞങ്ങൾക്കത് ലഭിക്കണം എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. ഇനിയും തുടർന്ന് തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുകയാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ, ഒരു സുദീർഘമായിട്ടുള്ള സംസാരം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംഭവം നിങ്ങളൊരു 3/4 മണിക്കൂറായി വെയിറ്റ് ചെയ്യുകയാണെങ്കിലും
ഇന്ന് ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി, സംസാരം കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ള എത്ര ആളുകളുണ്ട് ഇതിൽ? നമ്മളൊരു 5-10 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും മുഷിയും. അത് നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല, ഇന്നത്തെ തലമുറയുടെയും കുഴപ്പമല്ല. ഇപ്പം മാതാപിതാക്കൾ വരെ അതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ആരും മൊബൈൽ നോക്കുന്നില്ല. പക്ഷെ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് സംസാരിച്ച എല്ലാവരും പതുക്കെ ഫോൺ എടുക്കും, മൊബൈൽ നോക്കും, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇടയ്ക്കൊന്ന് കേൾക്കും, പിന്നെ വീണ്ടും നോക്കും. അങ്ങനെയൊക്കെയാണ്. ഇനി നിങ്ങൾ ഈ മൊബൈൽ കാണുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ്? കൂടുതൽ ഇൻസ്റ്റാഗ്രാമൊക്കെ അല്ലേ യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ FB റീൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഒരു റീലെങ്കിലും തികച്ച് മുഴുവനായി കാണാൻ ക്ഷമയുള്ള എത്ര ആളുകൾ ഇതിലിരിക്കുന്നുണ്ട്? നമ്മളൊരു റീല് കണ്ടു, അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം. ആകെ കൂടി റീലുകളുടെ നീളം എത്രയാണ്? 1 മിനിറ്റോ മാക്സിമം 1.5 മിനിറ്റ്, 30 സെക്കൻഡൊക്കെയാണ് സാധാരണ റീലുകൾ. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് കാണുമ്പോഴേക്കും നമ്മൾ സ്ക്രോൾ ചെയ്തു, അടുത്ത റീല് കണ്ടു, പിന്നെ അടുത്ത റീല് കണ്ടു, അല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെയാണ്, നിങ്ങളെല്ലാവരും അങ്ങനെയാണ്. ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം തന്നെ ഈ പറയുന്ന ലിസണിങ് കപ്പാസിറ്റി എല്ലാം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് ഗവേഷകരും ശാസ്ത്രജ്ഞരും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി കൂടിയാണ് ഇത് എന്നും നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ഒരു മനുഷ്യൻ്റെ ലിസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 40-45 മിനിറ്റാണ്. നമ്മുടെ സ്കൂളുകളിലെയൊക്കെ ടൈം ടേബിൾ ക്രമീകരിക്കുമ്പോൾ പീരീഡുകളെല്ലാം എത്രയാണ്? അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ, 40 മിനിറ്റൊക്കെയാണ് പൊതുവെ. അതൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്ത് കാര്യവും ശ്രദ്ധിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഏകാഗ്രതയോടെ ഇരിക്കുവാനും കഴിയുന്ന ഒരു സമയം 45 മിനിറ്റ് മുതൽ മാക്സിമം വേണമെങ്കിൽ നമുക്ക് 1 മണിക്കൂറാണ്. അതനുസരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പോൾ അത്ര പോലും ഇല്ലാത്ത രീതിയിൽ 1 മിനിറ്റ് പോലും ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു പോരായ്മയാണ്. അതെത്രത്തോളം ഭംഗിയായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമ്മളെല്ലാവരും സ്വയമായി തന്നെ ആർജിച്ചെടുക്കേണ്ട ഒരു ക്വാളിറ്റി കൂടിയാണ്. ഇപ്പം അറിയാലോ, AI സാങ്കേതിക വിദ്യ അടക്കം വന്നിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ പറയുന്ന വിവര സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ മൊബൈലോ ഇൻ്റർനെറ്റോ മറ്റ് സാങ്കേതിക വിദ്യകളോ ഒന്നും നമുക്ക് വേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയും കഴിയില്ല. അത് ഏറ്റവും ഫലപ്രദമായും നമുക്ക് ഗുണകരമായിട്ടും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് മുതിർന്നവരടക്കം ഇന്ന് ഈ പറയുന്ന മൊബൈലും സാങ്കേതിക വിദ്യയൊക്കെ പഠിച്ചാൽ മാത്രമാണ് ഇന്ന് സമൂഹത്തിലും അതുപോലെ മക്കളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നറിയാം. ഞാനപ്പോൾ അത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ ഒരു വിജയമാണ് നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2-ലും മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിലേറ്റവും സന്തോഷം മുഴുവൻ A+ വാങ്ങിയ കുട്ടികളെ മാത്രമല്ല, വിജയം കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാവരെയും ഇവിടെ EMS കലാ സാംസ്കാരിക വേദി വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മോളോട് പറഞ്ഞില്ലേ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പരീക്ഷയായപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ബന്ധുക്കളാരെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. +2 എഴുതിയ ആരുള്ളത് ഇവിടെ? +2 ആണല്ലേ? 10ാം ക്ലാസ് എഴുതിയ ആരുള്ളത്? പറഞ്ഞോ, ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ 10ൽ പഠിക്കുമ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും കേട്ടിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറയും ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. +2 ആകുമ്പോൾ പറയും ഇതാണ് ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. ഡിഗ്രി ആകുമ്പോൾ പറയും ഇതാണൊരു ടേണിംഗ് പോയിന്റ്. എൻട്രൻസ് പഠിച്ചാൽ ഇതൊരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ ടേണിംഗ് പോയിന്റുകൾ മുഴുവൻ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ടേണിംഗ് പോയിന്റുകളെ എല്ലാം തന്നെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേണിംഗ് പോയിന്റോട് കൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ 5A+ കിട്ടിയവരോ 4A+ കിട്ടിയവരോ ഒക്കെ ഉണ്ടായിരിക്കാം. ഫുൾ A+ വാങ്ങാൻ വേണ്ടി കഴിയാത്തതായിട്ടുള്ള കുട്ടികൾ. അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്, ഇനിയും ടേണിംഗ് പോയിന്റുകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പരീക്ഷ കൊണ്ടോ ഒരു കാര്യം കൊണ്ടോ നമ്മുടെ ജീവിതം ഒന്നും അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ പ്രവണതയിലേക്ക്, നമുക്കറിയാം ഇപ്പോൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശാസിച്ചതിൻ്റെ പേരിലെല്ലാം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലത്തിൽ പോലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പേടിച്ച് പലരും അത് പറയാൻ വേണ്ടി പോലും വഴക്ക് പറയാൻ വേണ്ടി പോലും തയ്യാറാകാത്തതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്.
അപ്പം അതിനെയെല്ലാം തന്നെ മറികടക്കുവാനും നമ്മുടെ ജീവിതമൊന്നും ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയിൽ അവസാനിക്കുന്നില്ല. നമ്മൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുടരാനുണ്ട്, ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഇനിയും വരാനുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോ കുട്ടികളും വരേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള നോളജ് ഉണ്ട്, പഠിക്കാനുള്ള നല്ല കഴിവുണ്ട്, അതോടൊപ്പം ഈ പറഞ്ഞ മൊബൈലോ അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയിലൊക്കെ നല്ല കഴിവുണ്ടായിരിക്കും. പക്ഷേ മനക്കട്ടി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മനസ്ഥൈര്യത്തോടു കൂടി കാര്യങ്ങളെ അവലോകനം ചെയ്ത് വിശകലനം ചെയ്ത് അത് പ്രാവർത്തികമാക്കാൻ കഴിവുള്ള തലമുറ ചിലപ്പോഴെങ്കിലും കുറഞ്ഞു വരുന്നുണ്ട്. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടുകൂടിയാണ്. അപ്പോൾ ആ ഒരു ചെറിയ പരിതസ്ഥിതിയെ മുറിച്ച് കടക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ അപഗ്രഥിക്കാൻ വേണ്ടി കഴിയും. പ്രായമായവരെക്കാളോ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ തലമുറയെക്കാളോ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അത് ചെയ്യുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ 2K കിഡ്സ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൈവന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പലരും പറയുന്ന പോലെ ഞാനത് പറയില്ല, കാരണം നിങ്ങൾ നല്ല കുട്ടികളാണ് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നല്ല സാമൂഹികമായിട്ടുള്ള ബോധമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിബദ്ധതയോ ഇന്നത്തെ തലമുറയ്ക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാസ്തവമായി നിലനിൽക്കുകയാണ്. നമ്മളെല്ലാം ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയം എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്ക് നല്ല പൗരബോധം ഉണ്ടാകേണ്ടതുണ്ട്, നല്ല രാഷ്ട്രീയ ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്, നല്ല സാമൂഹിക അവബോധം ഉണ്ടാകേണ്ടതുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ പത്രം വായിക്കുക, ഈ മൊബൈലിലായിക്കോട്ടെ, കൃത്യമായിട്ട് ലോകവിവരങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുക, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ഇന്ന് ജീവിക്കുന്ന വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, എന്താണ്? ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ, നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കേണ്ടവരാണ് എന്നെല്ലാം തന്നെ നമ്മളെല്ലാം കോപ്പി എഴുതി പഠിച്ചിട്ടുണ്ട്. അത് വെറുതെ പറയുകയും പഠിക്കുകയും ചെയ്യുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടതും അതിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ സാർത്ഥകമാക്കി തീർക്കേണ്ടതും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളുമായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 6 വർഷക്കാലത്തോളമായിട്ട് EMS സാംസ്കാരിക വേദി ഈ കുട്ടികളെ ആദരിക്കുകയും അതുപോലെ സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങളെയെല്ലാം ആദരിക്കുവാനും ഇതിനെല്ലാം വേണ്ടി ഓടി നടക്കുവാനും ഒരു പറ്റം മുതിർന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രായമായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് പൊതുവായിട്ട് ഈ സാംസ്കാരിക വേദികളിൽ പലയിടത്തും കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന പുതിയ തലമുറയിലെ ആളുകൾ, കുട്ടികൾ, ചെറുപ്പക്കാരെല്ലാം ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. കാരണം എന്താ? മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ജീവിയാണ്. നിങ്ങളിപ്പോൾ വിജയിച്ചു, പക്ഷെ നിങ്ങളുടെ മിടുക്ക് കൊണ്ട് മാത്രമാണോ നിങ്ങൾ മുഴുവൻ A+ വാങ്ങുകയോ പരീക്ഷയിൽ വിജയിക്കുകയോ ചെയ്തത്? ആണോ? പഠിച്ച് വിജയിച്ചത് നമ്മളാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചു, ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്തു, കൃത്യമായി പരീക്ഷ എഴുതി മാർക്ക് വാങ്ങി. പഠിച്ചു തരാൻ വേണ്ടി രാത്രിയും ഉറക്കം ഒഴിച്ചിരുന്ന അമ്മയും അച്ഛനും പല ആളുകൾക്കും ഉണ്ടാവും. ഉറങ്ങാൻ നിൽക്കണ നേരത്ത് ചെരുവത്തിൽ വെള്ളം കൊണ്ടി വെച്ച് കാല് മുക്കി വയ്ക്കുമെന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം ഉറങ്ങാതിരുന്ന മാതാപിതാക്കളുണ്ടായിരിക്കും, സഹോദരങ്ങളുണ്ടായിരിക്കും, കൂട്ടുകാരുണ്ടായിരിക്കും, കമ്പൈൻ സ്റ്റഡി നടത്തിയ സഹപാഠികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അഭിനന്ദിക്കുവാനും ഒരു ലഡു കൊണ്ടുതരാനും വന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരാവില്ലേ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ ചേട്ടനോ ആയിരിക്കും ആദ്യമായിട്ട് ഒരു സന്തോഷം പകരാൻ വേണ്ടിയിട്ട് നമുക്ക് മധുരം കൊണ്ടു തന്നിട്ടുണ്ടാവാം. നിങ്ങൾ ആദ്യമായിട്ട് ആദരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ, ഒരുപക്ഷെ ഞാനൊരു DYFIക്കാരിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് വീട്ടിൽ പോയി, അതുകൊണ്ട് അതിൻ്റെ അനുഭവത്തിലാണ് പറഞ്ഞത്. DYFIക്കാരായിരിക്കും, EMS സാംസ്കാരിക വേദി പോലെയുള്ള മറ്റ് പ്രവർത്തകരായിരിക്കും, വിവിധ രാഷ്ട്രീയ പാർട്ടികളോ സന്നദ്ധ പ്രവർത്തകരോ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളോ MLAമാരോ അലമാരോ ഒക്കെ നിങ്ങൾ ആദരിക്കാൻ ട്രോഫിയുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ മിനിമം വാങ്ങുന്ന ഒരു 10ാമത്തെ ട്രോഫി ആയിരിക്കും ഇത്, അല്ലേ? പല സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് ആദരം കിട്ടിയിരിക്കും. ചിലർക്ക് ആദ്യമായിട്ടോ അല്ലെങ്കിൽ ചുരുക്കം എണ്ണമായിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ ട്രോഫിക്ക് ക്ഷാമമൊന്നുമില്ല.
ഒരു 10ാം ക്ലാസ് പരീക്ഷയോ +2 പരീക്ഷയോ കഴിഞ്ഞ് മുഴുവൻ A+ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഷോക്കേസ് എന്നറിയാനുള്ള അനുമോദനം ഇപ്പോൾ പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളെയെല്ലാം ആദരിക്കുവാനും നിങ്ങളുടെ വിജയത്തെ അംഗീകരിക്കുവാനും വേണ്ടി വലിയൊരു സമൂഹം ഇവിടെ നിലവിലുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള നേട്ടങ്ങളൊന്നും നമ്മുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. അതിൻ്റെ 80-90% നമ്മുടെ എഫേർട്ടായിരിക്കും. നമ്മുടെ കഴിവ്, ഭാഗ്യം, അതുപോലെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനം, ആറ്റിറ്റ്യൂഡ് ഒക്കെ കൊണ്ട് നമ്മൾ വിജയിക്കുന്നു. പക്ഷെ നമുക്കതിൻ്റെ പശ്ചാത്തലം എല്ലാം ഒരുക്കി തന്നിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാടാണ്, മാതാപിതാക്കളാണ്, സമൂഹമാണ്, പഠിപ്പിച്ച സ്കൂളാണ്, അധ്യാപകരാണ്. ഇവർക്കെല്ലാം ഓരോ ശതമാനമെങ്കിലും പങ്ക് നമ്മുടെ വിജയത്തിലുണ്ട്. ഇപ്പോൾ ഇതിൽ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടുള്ള എത്ര കുട്ടികളുണ്ട്? സർക്കാർ സ്കൂൾ മീൻസ് എയ്ഡഡ് സ്കൂളിൽ, CBSE അല്ലാത്തതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് കൈപൊക്ക്, അതിനുള്ള ധൈര്യം കാണിക്കും നിങ്ങൾ. അതെ, കൈപൊക്ക്. അപ്പോൾ ചുരുക്കം കുട്ടികൾ മാത്രമാണ് സെൻട്രൽ സിലബസിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സർക്കാർ സ്കൂള് നിങ്ങൾ 1ാം ക്ലാസ്സിൽ ചേർന്ന കാലം ഓർമ്മയുണ്ടോ? ആ സാഹചര്യം പോലെയാണോ നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ ഉള്ളത്? അല്ല. ആ കൊച്ചു എന്താ പേര്? എമിയ പറയുന്നു. എമിയ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ചേർന്ന സ്ഥിതിയല്ല +2 ആയപ്പോഴേക്കും. സ്കൂളിൽ വലിയ മാറ്റം അല്ലേ? നല്ല പുതിയ ബിൽഡിംഗ് വന്നു, ക്ലാസ് റൂം വന്നു, കമ്പ്യൂട്ടർ വന്നു, ടീച്ചർമാരെ പഠന രീതി മാറി, നമ്മുടെ നിലവാരം മാറി. അത് നമ്മൾ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ അടക്കം ഭാഗത്തു നിന്ന് ഒരു കുട്ടിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. ഞാനിവിടെ ഏതെങ്കിലും രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ അല്ല സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളെ ഓരോരുത്തരെയും വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹം വലിയ രീതിയിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു കുട്ടിയെ ആയിക്കോട്ടെ, ഒരു മനുഷ്യനെ ആയിക്കോട്ടെ, ഒരു പൗരനെ ആയിക്കോട്ടെ, നമ്മളെല്ലാം ജീവിക്കുന്ന സമൂഹം വലിയ രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം ഇത്രയധികം പല ആളുകളുടെയും സഹായം കൊണ്ടും എഫേർട്ട് കൊണ്ടും സഹകരണം കൊണ്ടും ഒക്കെ വലിയ വിജയം കരസ്ഥമാക്കി. അപ്പം നിങ്ങൾക്ക് തിരിച്ച് സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് തിരിച്ച് സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ലേ? അത് വലിയ എന്തെങ്കിലും പൈസ കൊടുക്കാനല്ല ചോദിക്കുന്നത്, ഇല്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? നിങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്ക്, ഇപ്പം ഞാൻ എൻ്റെ കാര്യമെടുത്ത് എന്നെയും ഈ പറയുന്ന രീതിയിലാക്കിയിട്ടുള്ളത് നമ്മുടെ പശ്ചാത്തലവും സമൂഹവും എനിക്ക് ഒരുപാട് ആളുകളുടെ സഹായവും പിന്തുണയൊക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട്. ഏതൊരു മനുഷ്യനായിക്കോട്ടെ. ഇപ്പോൾ ഒരു സിനിമാ നടൻ, പലർക്കും ടോവിനോനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ തലമുറയുടെ പറയുന്നത്. പൃഥ്വിരാജൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഇപ്പോൾ ടോവിനോ. പിന്നെ പുതിയ ആളാരാ? ആ കൊച്ചു മുന്നിലിരുന്ന കാരണം പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടാവും. വേറെ ആരാ ഉള്ളത്? ആരാ ഇഷ്ടമുള്ള ഒരു നടൻ? അവിടെ ചോദിക്കട്ടെ. ഇഷ്ടമുള്ള നടിയാരാ? പറയേ. നിന്നോടെ ചോദിച്ചേ. സിനിമ കാണാറേ ഇല്ലേ? നിങ്ങൾ ആരും സിനിമ കാണില്ലേ? ഫുൾ ടൈം പഠിപ്പായിരുന്നോ? ഇനിയിപ്പോൾ കുഴപ്പമില്ല, പരീക്ഷയ്ക്ക് കഴിഞ്ഞു, കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാം. ധൈര്യത്തോടു കൂടി ഇഷ്ടമുള്ള നടനോ നടിയോ പറയാൻ പറ്റുന്ന ഒരു ആൺകുട്ടി ഒന്ന് പറഞ്ഞേ. പറയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതി, അപ്പുറത്തൊന്നും ചോദിക്കണ്ട. ആൺകുട്ടികൾ മോശമാണ്, ഞാനത് പറയാത്തതാണ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ചോദിച്ചോ, ഒന്ന് പറഞ്ഞേ, ഏതാ ഇഷ്ടമുള്ള നടി അല്ലെങ്കിൽ നടൻ? ആരാ? മോഹൻലാൽ. സിനിമയാണ്, പുതിയ കാലത്ത് നടനെയോ നടിയോ ഒന്നും അറിയുന്നില്ലേ? ആരാ ഇഷ്ടമുള്ളത്? ടോവിനോ. പിന്നെ എന്നാലും ഒരാളുടെ പേര് ഒന്ന് പെട്ടെന്ന് ഓർത്താ അങ്ങനെയില്ല. ബേസിൽ ജോസഫ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ, ഇപ്പം പല സ്ഥലത്ത് നമ്മൾ വിജയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം കാണുന്നത് പെൺകുട്ടികൾ വലിയ രീതിയിൽ ആക്റ്റീവാണ്. ഇത്തരത്തിൽ ഒരുപാട് പഴയ രീതിയിൽ നിന്ന് ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ മാത്രമുള്ള പ്രൊഫഷനിൽ നിന്ന്, അല്ലെങ്കിൽ വക്കീല്, ഞാനൊരു വക്കീലാണ്, വക്കീൽ എന്നൊക്കെ മാറിക്കൊണ്ട് പുതിയതായിട്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ടൈമുണ്ട്. ഏത് പ്രായത്തിലും പഠിക്കാം, ഞാനിപ്പോഴും പഠിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ആ പ്രായം അല്ലെങ്കിൽ ആ സമയം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചിലവർക്ക് പഠിക്കാനായിരിക്കില്ല താല്പര്യം ഉണ്ടായിരിക്കാം. അതായത് നമ്മുടെ അക്കാദമിക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം കലാപരമായിട്ടോ കായികപരമായിട്ടോ കഴിവുകളുള്ളവരാണെങ്കിൽ അത് വളർത്താനും അതിനെ കൂടുതൽ
തേച്ചു മിനുക്കിയെടുക്കുവാനും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിന് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ മാതാപിതാക്കളും നൽകണം. പക്ഷേ ഇന്ന് ഒരു ഡിഗ്രി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ +2 പോലും പോരാ, ഡിഗ്രി എന്ന് പറയുന്നതെല്ലാം ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമായി മാറിയിട്ടുള്ളത് കൊണ്ട് അത്തരം കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിലേക്ക് തിരിഞ്ഞു പോകുവാൻ വേണ്ടി കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ അക്കാദമിക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമായിട്ടോ കാര്യമായിട്ടോ നമ്മൾ കാണേണ്ടതുമില്ല. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്രിയേറ്റർ ആരാണെന്നറിയോ? ആരുണ്ടാക്കിയത്? മാർക്ക് സക്കർബർഗ്. ബിൽ ഗേറ്റ്സിനെ അറിയാലോ, ഗൂഗിളിൽ ഉണ്ടാക്കിയത്. ഈ പറയുന്ന രണ്ടുപേരും കോളേജിൽ പോയിട്ടും അക്കാദമിക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്തവരാണ്. പക്ഷെ ഇതെല്ലാം എക്സെപ്ഷണൽ കേസുകളാണ്. നമ്മൾ മുൻകാല തലമുറയിലെ കുറേ കലാകാരന്മാരെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ബേസിക് വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്ന് നമ്മൾ പറയും. അവർക്ക് പക്ഷെ അവരുടെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ആ ടാലൻറ്റ് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ ലോകത്തുള്ള 90% ആളുകൾക്കും അതിന് കഴിയുന്നവരല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാദമിക് വിദ്യാഭ്യാസം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇതുപോലെ റയർ കേസസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ എത്തിപ്പിടിക്കാൻ വേണ്ടി കൂടി കഴിയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അറിയില്ലേ നിങ്ങൾക്ക്? അറിയാം. ആരാ? ആ കാര്യത്തിൽ ആൺകുട്ടികളാട്ടോ, പെൺകുട്ടികൾ അപ്പം GK-യിൽ ഇത്തിരി പിന്നില്ല. ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർ ആർജിച്ചെടുത്തൊരു ക്വാളിറ്റിയാണ്. അവർ പുറത്തിറങ്ങുന്നുണ്ട്, സൈക്കിൾ ചവിട്ടുന്നുണ്ട്, കൂട്ടുകാരെ കാണുന്നുണ്ട്, വലിയ ബോർഡൊക്കെ വെച്ചാൽ നോക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിലെ പരിപാടിക്ക് പറ്റിയാണെന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത്യാവശ്യമൊക്കെ പുറത്തിറങ്ങുക, സാമൂഹികമായിട്ടുള്ള ബോധ്യമുള്ളവരാകുക, പൊതു രംഗത്തേക്കൊക്കെ ഇറങ്ങണം. അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ. അപ്പോൾ EMS-ൻ്റെ പേരിലുള്ള ഒരു സാംസ്കാരിക വേദിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയാവുന്നത് EMS-നെ കുറിച്ചിട്ടാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളിലോ സർക്കാർ സ്കൂളിലോ ഒക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ ആ സ്കൂളുകളുടെ നിലവാരം വലിയ രീതിയിൽ മികവുറ്റതായി. ഇവിടെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കുന്ന ഒരു സ്ഥിതിയുള്ളത് നിങ്ങൾ ഏത് സംസ്ഥാനം പരിശോധിച്ചോ കേരളം മാത്രമാണ്. പെൺകുട്ടികൾക്ക് പഠിസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പം ഇതിനെല്ലാം തന്നെ നാന്ദി കുറിച്ച് ആധുനിക കേരളത്തെ ഉണ്ടാക്കിയെടുത്തത് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി വന്ന EMS-ഉം ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള തൃശ്ശൂർക്കാരനായിട്ടുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷുമാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരുവന്മാരും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകരും ചരിത്ര പ്രവർത്തകരും എല്ലാം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ജീവിക്കാൻ കഴിയാവുന്ന മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുള്ള, മെച്ചപ്പെട്ട തൊഴിൽ കിട്ടുന്ന, മെച്ചപ്പെട്ട കൂലി കിട്ടുന്ന, നിങ്ങൾ ഇരിക്കുമ്പോൾ ജാതിയും മതവും കുലവും അതുപോലെ സൗന്ദര്യവും വർണ്ണവും ഒന്നും നോക്കാതെ ഇടകലർന്നിരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ചായ കുടിക്കുവാനൊക്കെയുള്ള ഒരു സ്ഥിതി നമുക്ക് കൈവന്നത് നമ്മുടെ മുൻഗാമികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടറോ എഞ്ചിനീയറോ അതുപോലെ ഉന്നതമായിട്ടുള്ള എല്ലാ മേഖലയിലെത്തുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാം ഒരു മനുഷ്യനാണെന്നും നല്ല മാനവികതയുള്ള മനുഷ്യത്വമുള്ള അതുപോലെ തന്നെ മതനിരപേക്ഷതയുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനസിക ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെല്ലാം വിജയിച്ചു വന്നവരാണ്. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ പരാജയപ്പെട്ടു പോയവരോ പിന്തള്ളപ്പെട്ടു പോയവരോ ഉണ്ടെങ്കിൽ അവരെ കൂടി നിങ്ങളുടെ ഒപ്പം കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി കഴിയാവുന്ന മാനസികാവസ്ഥയിലേക്ക് എന്ന് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ 100 മാർക്ക് വേണം എന്ന് പഠിക്കുമ്പോൾ അവർ 100 മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആരും പരിശ്രമിക്കില്ല. പക്ഷെ ആ ബോധ്യത്തിലേക്ക് നമ്മളെല്ലാവരും എത്തുന്ന ഒരു കാലമൊന്നും വരുന്ന എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഷെയർ ചെയ്യാനും ആ കുട്ടിക്ക് വിജയത്തെ കൈപ്പിടിയിൽ ഒന്ന് വലിച്ചു കയറ്റുവാനുമുള്ള മനസ്സിന് നമ്മളെല്ലാവരും ഉടമകളാകണം.
എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. വലിയ അഡ്വൈസുകളും ഉപദേശങ്ങളും തരാൻ വലിയ ഒരാളായിട്ടല്ല, പക്ഷേ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലുമൊക്കെ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളത് ഓർക്കുകയോ നമുക്ക് ഉപകാരപ്പെടുകയോ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അബ്രഹാം ലിങ്കൺ, നിങ്ങൾക്കറിയാം, അമേരിക്കയുടെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു. അബ്രഹാം ലിങ്കൻ്റെ ഏതാനും ചില വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എബ്രഹാം ലിങ്കൻ്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ സ്കൂൾ ടീച്ചർക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. നിങ്ങൾ പലരും കേട്ടിരിക്കും, ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. അത് ദീർഘമായിട്ടുള്ളൊരു പ്രസംഗമാണ്, ഒരു 5-10 മിനിറ്റൊക്കെ ഉള്ളൊരു സംസാരമാണ്. ഞാനത് മുഴുവനായിട്ട് പറയുന്നില്ല. ആ എബ്രഹാം ലിങ്കൺ കുട്ടിയുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്ത അല്ലെങ്കിൽ കൊടുത്തുവിട്ട കത്തിൻ്റെ ആദ്യ വരി തുടങ്ങുന്നത് എന്ന് പറഞ്ഞത്, കളഞ്ഞു കിട്ടുന്ന $100 മൂല്യം അധ്വാനിച്ച് നേടുന്ന $1 നിങ്ങൾ അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, അവനെ പഠിപ്പിക്കുക പ്രകൃതിയെ കുറിച്ചറിയാൻ, പുഴകളെ കുറിച്ചറിയാൻ, പൂക്കളെ കുറിച്ചറിയാൻ, നക്ഷത്രങ്ങളെ പോലെ ചിരിക്കാൻ അവനെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ദീർഘമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എബ്രഹാം ലിങ്കൺ പറയുന്നത്, നിങ്ങൾ അവനെ പഠിപ്പിക്കുക ഹൃദയത്തിനും മനസ്സിനും വില പറയാതിരിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും ഇന്നും ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായി നിലനിൽക്കുന്ന ഏതാനും ചില വാക്കുകളാണ് ഇത് നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. പരീക്ഷകളിൽ മാത്രമല്ല A+ വാങ്ങേണ്ടത്, ജീവിതത്തിലും A+ വാങ്ങി വിജയിക്കുവാനും എവിടെയെങ്കിലും കാലിടറുകയോ തോറ്റുപോവുകയോ ചെയ്യുമ്പോൾ അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതമെന്നും ഇനിയും ഒരുപാട് ടേണിംഗ് പോയിന്റുകളും മുന്നോട്ടും ജീവിക്കാനുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നുകൊണ്ട് ഏറ്റവും മികച്ച വിജയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കരസ്ഥമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ ജീവിത വിജയങ്ങളും എത്തിപ്പിടിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം ഒരിക്കൽ കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല മനുഷ്യനാവുക, നല്ല മാനവികതയുള്ള, മതനിരപേക്ഷതയുള്ള, സാമൂഹിക ബോധമുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള നല്ല പൗരനാവുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും അവരുടെ മാതാപിതാക്കൾ അവരെ വാർത്തെടുത്തതിൽ ഏറ്റവും സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്ര മനോഹരമായിട്ടുള്ളൊരു പരിപാടി ഒരുക്കിയിട്ടുള്ള EMS സാംസ്കാരിക വേദി അടുത്ത വർഷം ഇതിലും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കൂടി സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കൂടി അതിൻ്റെ സംഘാടകരായി മുന്നോട്ട് വരാൻ വേണ്ടി കൂടി കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നവരുണ്ട്. മാർഷൽ കരാട്ടെ, അതേപോലെ തന്നെ കളരി അഭ്യാസത്തിൽ ചെറിയൊരു കുട്ടി അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചതിന് അവാർഡ് വാങ്ങാൻ വന്നിട്ടുണ്ട്. ഒപ്പം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള രാധയുടെ മകള് ഫൈനാൻസിൽ ഒരു 3ാം റാങ്ക്, യൂണിവേഴ്സിറ്റിയുടെ 3ാം റാങ്ക് കരസ്ഥമാക്കി അത് നേടാൻ വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം വന്ന മാതാപിതാക്കളുണ്ട്. പിന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകരും. നമ്മളെ സംബന്ധിച്ചോളം 6 വർഷമായി ഇത് തുടർച്ചയായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഉന്നത വിജയം, മുഴുവൻ വിജയിച്ചവരെയും വിളിച്ചിട്ടില്ല, 5 മുതൽ A+ നേടിയ നമ്മളുടെ പൊതുവിദ്യാഭ്യാസം കേരള സിലബസിലെയും അതേപോലെ തന്നെ 3 മുതൽ A+ നേടിയ മറ്റേ കേന്ദ്ര സിലബസിലെയും കുട്ടികളെയാണ്. മനു എത്തിയില്ലേ? ബാക്കി കൂടെ ഒന്നുകൊണ്ട് കണ്ടില്ല കേട്ടോ. നമ്മുടെ പൊതുപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മനു പുതിയാമിടം DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നന്നായിട്ട് പ്രവർത്തിച്ച ഒരു നല്ലൊരു യുവാവാണ്. ഇപ്പോഴും വിദ്യാർത്ഥി തന്നെയാണ്. ഈ അടുത്ത സമയത്ത് 2 ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ ഒരു പരീക്ഷ, ജേർണലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ കൂട്ടൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഈ 6 വർഷക്കാലമായി ഉന്നത വിജയം നേടുന്ന എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ ഒരു വേദിയിൽ അവരെയൊക്കെ ഒന്ന് അഭിനന്ദിക്കുക. ആ അഭിനന്ദനം ഒരു പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ഉദ്ഘാടക പറഞ്ഞതുപോലെ
ഒരു ടേണിംഗ് പോയിൻ്റ് ആവും. ഒരു 3 വർഷം മുമ്പാണെന്ന് തോന്നി സബാൻ എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ, ഇവനൊരു A+ ഇല്ല, ജയിച്ചു. അയാളുടെ സ്വന്തം ഫോട്ടോ ഒരു ഫ്ലക്സ് അടിച്ച് ഇങ്ങനെ വെച്ചു. നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വായിച്ചു കാണും. എന്നിട്ട് അയാൾ എഴുതി, 10ാം ക്ലാസ് വിജയിച്ച സബാന് എൻ്റെ അഭിനന്ദനങ്ങൾ. വേറെ ആരും അഭിനന്ദിക്കാനില്ലാത്തതുകൊണ്ട് സ്വയം ഒരു ബോർഡ് എഴുതി ഒരു ഫ്ലക്സ് അടിച്ച് ഫോട്ടോ ഒക്കെ വെച്ച് നാട് മുഴുവൻ 10A+കാരുടെ ഫോട്ടോ വെച്ച് ആൾക്കാരിങ്ങനെ ഇരിക്കുമ്പോൾ സബാന് തോന്നി അവൻ്റെയെങ്കിലും ഞാനെങ്കിലും വെച്ചില്ലെങ്കിൽ വേറെ ആരും വെക്കില്ലല്ലോ എന്ന് പറഞ്ഞത്. ആ കാലഘട്ടം മുതലാണ് ഈ A+ കിട്ടുന്നവരുടെ എല്ലാം ഫോട്ടോ എല്ലായിടത്തും വെക്കണ്ട എന്നൊരു പൊതു ചിന്ത നാട്ടിൽ ഉയർന്നു വന്നു. കാരണം മുമ്പേ പറഞ്ഞതുപോലെ ഒരു മാർക്കിന് ഒരു A+ കുറയുന്ന കുട്ടിയെ അവരുടേതായ കുഴപ്പമല്ല, അവരുടെ ബുദ്ധിയുടെയോ അവരുടെ അറിവിൻ്റെ ഒന്നും ഒരു പ്രശ്നമല്ല, ചില സാഹചര്യത്താൽ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു A+ കുറഞ്ഞപ്പോൾ അവരെ പിന്നിലോട്ട് തള്ളുക എന്നത് ഒരു ശരിയായ കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിലേക്ക് അതിന് ആരും പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നൊരു ചിന്ത നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു. അത് ഈ അടുത്ത കാലത്തിൽ ഞാൻ ഈ പറഞ്ഞ സബാൻ്റെയൊക്കെ ആ ഫ്ലെക്സിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പോൾ ഈ 6 വർഷമായി തീർച്ചയായിട്ടും ഈ ആദരിക്കപ്പെട്ടവരിൽ ചെറിയ മാറ്റങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം വിവിധ മേഖല. 2 ദിവസം മുമ്പാണ് നമ്മളുടെ ഒല്ലൂർ മണ്ഡലത്തിൻ്റെ MLA നിങ്ങളെയൊക്കെ വിളിച്ച് ഫുൾ A+കാർക്ക് വലിയ പരിപാടി നമ്മുടെ മണ്ണുത്തിയിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടത്തുകയുണ്ടായി. വലിയ പരിപാടി. അങ്ങനെ വിവിധ മേഖലകളിൽ അർഹതയെ അംഗീകരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഉദ്ഘാടക പറഞ്ഞതുപോലെ സ്വന്തമായി കഴിവ് ഉപയോഗപ്പെടുത്തി പരീക്ഷ എഴുതി, ഒപ്പം നമ്മളുടെ ബന്ധുമിത്രാദികൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും അയൽവക്കക്കാരെല്ലാം നല്ല പ്രോത്സാഹനം തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് നിങ്ങൾക്കൊരു ഉന്നത വിജയം നേടാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഈ 6 വർഷക്കാലവും നമ്മളുടെ കുഞ്ഞുങ്ങളോട് ഉന്നത വിജയം നേടുന്നവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് നിലയിൽ എത്തിയാലും നാളെ നിങ്ങൾ ഉയർന്ന ഒരു പക്ഷെങ്കിൽ ഒരു IAS-കാരനാവാം, IPS-കാരനാവാം, ഒരു പക്ഷെങ്കിൽ ഒരു വില്ലേജ് ഓഫീസറാവാം, അല്ലെങ്കിൽ ഒരു ടീച്ചറാവാം, ഡോക്ടറാകാം. ഇങ്ങനെ ഏത് നിലയിലെത്തിയാലും നിങ്ങളൊരു കാര്യം മറക്കരുത്. എന്താ മറക്കാൻ പാടില്ലാത്ത കാര്യം? നിങ്ങളെ ആ പൊസിഷനിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ വീട്ടുകാർ, ഈ സമൂഹം, ഒരു സമൂഹം ആകെ നിങ്ങളുടെ പിന്നിൽ നിന്നിട്ടാണ് നിങ്ങൾ ആ ലെവലിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ മണിയങ്കണർ ഒളകര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒളകര ST 46 വീടുകളുള്ളൊരു പ്രദേശമാണ്. അവിടെ രാജു എന്ന് പറയുന്ന ST വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണപ്പെട്ടൊരു മനുഷ്യനുണ്ട്. ടാപ്പിംഗ് അയാളുടെ തൊഴിൽ. അയാളുടെ 2 മക്കൾ ഇപ്പോൾ MBBS പഠിക്കുകയാണ്. ഒരു കുട്ടി 3ാം വർഷവും ഒരു കുട്ടി 2ാം വർഷവും. കഴിഞ്ഞ വർഷം ആ കുട്ടിക്ക് ഈ എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി എന്നതായിരുന്നു പ്രത്യേകത. ഞങ്ങളെല്ലാം പഞ്ചായത്തും പൊതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരും എല്ലാം ആ വീട്ടിൽ പോയി ആ കുട്ടിയെ കണ്ട് ആദരിച്ചു. അപ്പോൾ ആ കുട്ടിയെ ഒരു ഡോക്ടറായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേവലം അവരുടെ മാത്രം ഒരു കഴിവുകൊണ്ടല്ല അവർ ഡോക്ടറായി വരുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സർക്കാർ ചെലവഴിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് കൃത്യമായി എനിക്കറിയില്ല, പക്ഷെങ്കിൽ വലിയ ലക്ഷങ്ങളാണ്. അതിനെ പഠിപ്പിക്കാൻ വരുന്ന പ്രൊഫസർമാർ, അതിന് വേണ്ട സാങ്കേതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനൊക്കെ വരുന്ന ചിലവ് കോടികളാണ്. അങ്ങനെ ഒരു സർക്കാർ കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് കാണാം, മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ വീട്ടിൽ മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളുടെ അടുത്ത് പറയും, നിങ്ങൾ വീട്ടിലേക്ക് വരൂ, അവിടെ വന്ന് എൻ്റെ ഫീസ് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ട ലിസ്റ്റ് നിങ്ങൾക്ക്, മരുന്നിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതി തരാം, അല്ലെങ്കിൽ നിങ്ങളെ ഓപ്പറേഷന് വിധേയമാക്കാം എന്ന് പറയും. അവർ ഈ സമൂഹം അവർക്ക് എത്രമാത്രം പിന്തുണ കൊടുത്തിട്ടാണ്, സഹായം കൊടുത്തിട്ടാണ് ഒരു ഡോക്ടറായെന്നുള്ള ചിന്ത മറന്നു പോകുന്നത്. അതുതന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ഏത് പൊസിഷനിലെത്തിയാലും ഈ നിങ്ങൾ അവിടേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റേതായ ആ ഒരു സ്റ്റേജിലെത്തുന്നതിന് മുന്നിൽ ഒരുപാട് മനുഷ്യരുടെ പ്രയത്നമുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടേ മതിയാവൂ. അവരെയൊക്കെ മറക്കാതിരിക്കണം, ഓർമ്മപ്പെടണം. അവരെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം എന്ന ഒരു നല്ല ധാരണ നിങ്ങൾക്കുണ്ടാവണം. പലപ്പോഴും ഒരു വില്ലേജ് ഓഫീസിൽ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ ചില വില്ലേജ് ഓഫീസർമാർക്ക് അവരോടൊരു പുച്ഛമായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉയർന്ന ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ
അവരോടൊരു നല്ല മനോഭാവം ഉണ്ടാവില്ല. എന്നാൽ ചില നല്ല മനുഷ്യർ, ചില നല്ല ഓഫീസർമാർ അവരോട് ഇരിക്കാൻ പറയും, സാധുക്കളായ മനുഷ്യരോട് ഇരിക്കാൻ പറയും, നിങ്ങളുടെ കാര്യം എന്തെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചത് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ നടത്തി അവരെ മടക്കി വിടുന്നത് കാണാം. ചില ഡോക്ടർമാരുടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിക്കും, രോഗം എന്താണെന്ന് ചോദിക്കും, അതിന് പ്രതിവിധി ഇന്നതാണ്, കൃത്യമായും അവരുടെ ഇടപെടൽ കൊണ്ട് തന്നെ നമ്മുടെ രോഗം പകുതി മാറും. എന്നാൽ ചിലരങ്ങനല്ല, വളരെ കർക്കശമായി ഇരുന്നു കൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ ചോദിക്കുമ്പം നമ്മളുടെ രോഗം ഇരട്ടി കൂടും. അപ്പോൾ ഈ രണ്ട് രീതിയാണ്. അപ്പോൾ ഇതിലേത് രീതി വേണം എന്നത് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിലെത്തുമ്പോൾ അത് നിങ്ങളുടെ കഴിവ് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു സമൂഹമുണ്ട് എന്ന് നമ്മളുടെ ഉദ്ഘാടക പറഞ്ഞതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഇതാണ് ഞങ്ങളും 6 വർഷമായി പറഞ്ഞു പോകുന്നത്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖല ചൂണ്ടിക്കാണിച്ചു. വാണിയമ്പാറ നമുക്ക് ചൂണ്ടാൻ കഴിയില്ല മൊയ്തീനൊക്കെ, കാരണം ഇതൊരു എയ്ഡഡ് സ്കൂളാണെങ്കിലും അതൊരു മാനേജ്മെൻറ്റ് കീഴിലാണ്. പട്ടിക്കാടായിക്കോട്ടെ, പട്ടിക്കാട് ഇപ്പോൾ 2-4 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ച് MLAയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു LPS സ്കൂളുണ്ട്. ആ LPS സ്കൂൾ നമ്മുടെ സ്റ്റേറ്റിലെ തന്നെ നമ്പർ 1 സ്കൂളായി മാറാൻ പോകുന്നു. എല്ലാ മോഡേൺ ടെക്നോളജികളോടുകൂടി, ഡിജിറ്റൽ സൗകര്യത്തോടുകൂടി സ്മാർട്ട് ക്ലാസ് റൂമുകളായി അത് മാറാൻ പോകുന്നു. ഏതാണ്ട് 22 ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിൽ ചെല്ലുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു ബ്ലാക്ക് ബോർഡ് കാണും, അല്ലേ? നമ്മളൊക്കെ പഠിച്ച ബ്ലാക്ക് ബോർഡാണ്. അവിടെ വെള്ള ചോക്ക് കാണും, അതുകൊണ്ട് ഇങ്ങനെ എഴുതും. എന്നാൽ ആ സ്മാർട്ട് ക്ലാസ് ഈ ഒരു 6 മാസത്തിനുള്ളിൽ ആ ക്ലാസ് സ്മാർട്ടായി മാറുമ്പോൾ ആ ബ്ലാക്ക് ബോർഡിൻ്റെ സ്ഥാനത്ത് വലിയൊരു സ്ക്രീനായിരിക്കും. ആ സ്ക്രീനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും. അവിടെ എന്തു വേണം എന്ന് അതനുസരിച്ച് ടീച്ചർ അതിൽ വിരലമർത്തുമ്പോൾ ആ ലെസൺ ഏതാണോ ക്ലാസ് എടുക്കാൻ പോകുന്നത്, കണക്കെങ്കിൽ കണക്കിൻ്റെ ആ ഉദ്ദേശിച്ച ആ ലെസണിലെ കാര്യങ്ങൾ അവിടെ വരും. കുട്ടിക്ക് എന്തെങ്കിലും സംശയം വേണമെങ്കിൽ അവൻ്റെ മുമ്പിൽ ഒരു ഫോണുണ്ട്, അതിൽ കൂടെ ഓരോ കുട്ടിക്കുമുണ്ട്. ആ ടീച്ചറിനോട് സംസാരിക്കാം. അപ്പോൾ ടീച്ചർ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ കുട്ടിയുടെ സംശയം ദൂരീകരിച്ചിട്ട് അതിൻ്റെ തുടർച്ചയിലേക്ക്. ഞങ്ങളെ ഇത് ഇവിടെ നടപ്പാക്കാൻ പോകുന്നതിൻ്റെ മുന്നിൽ ഈ പാണഞ്ചേരി സ്കൂളിൻ്റെ PTA പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു 10-20 പേരെ നമ്മൾ MLA നേരെ നടക്കാവ്, കോഴിക്കോടുള്ള നടക്കാവ് സ്കൂളിലേക്ക് പോയി. ആ നടക്കാവ് സ്കൂൾ പോയി കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി. അവിടുത്തെ ഈ കുട്ടികളുടെ സൗകര്യം, സർക്കാർ സ്കൂളാണെന്ന് ആലോചിക്കണം. ആ കുട്ടികൾ തന്നെ ഞങ്ങൾക്കിതിനെ വിശദീകരിച്ചു തന്നു. ലോകോത്തര ലൈബ്രറി, ലോകത്തിലെ ഏതൊരു ലൈബ്രറിയിലെയും ബുക്ക് നമ്മൾക്ക് ഇവിടെ റെഫർ ചെയ്യാം. ഇവിടെ ഇരുന്നിട്ട് ഈ ഡിജിറ്റൽ സംവിധാനം വരും. റോബോട്ടിക് ലാബ് അവിടെ ഉണ്ട്. നമ്മൾക്കിത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം, അവിടെ അങ്ങനെ പരിചയപ്പെട്ടപ്പം നമ്മൾക്ക് പരിചയമുള്ള കൊമ്പഴക്കാരി ഒരു ടീച്ചറോടുണ്ട്. നമ്മുടെ ചുണ്ടേക്കാട്ടിൽ ഗിരീഷിൻ്റെ ഭാര്യ, തൊട്ടടുത്താണ് ചുണ്ടേക്കാട്ടിൽ ഗിരീഷിൻ്റെ ഭാര്യ, അവിടുത്തെ PT ടീച്ചറാണ്. ഇവർ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു, ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞതിൽ വല്ല അതിശയോക്തി ഉണ്ടെങ്കിൽ ഗിരീഷിൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ നടക്കാവ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് ഞങ്ങളെ നേരെ കൊണ്ടുപോയത് കണ്ണൂരെ മുണ്ടേരി സ്കൂൾ. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. സർക്കാർ സ്കൂളാണെന്ന് ഒരു കാരണവശാലും നമ്മൾക്ക് തോന്നുന്നില്ല. ഏതാണ്ട് വലിയ ഒരു ഇപ്പോഴൊക്കെ ഏറ്റവും അത്യാധുനിക സൗകര്യത്തോടുള്ള ചില ഹോസ്പിറ്റലിൻ്റെ കെട്ടും മട്ടുമാണ് അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ. അതിൽ വലിയൊരു കിച്ചൺ സൗകര്യമുണ്ട്. ആ കിച്ചണിൽ പാകപ്പെടുന്ന ഭക്ഷണം അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അവിടെ ഒരു വലിയ ഹാളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ പോലും അത്തരത്തിലുള്ളൊരു ഹാളില്ല. ഇതെല്ലാം ആ കുട്ടികളുടെ സൗകര്യം. ഞാൻ പറഞ്ഞ രൂപത്തിൽ റോബോട്ടിക് ലാബ്, വിവിധ ലാബുകൾ, ഈ പറഞ്ഞ ലൈബ്രറി സൗകര്യം എല്ലാം ആ കുട്ടികൾക്കുണ്ട്. അപ്പം നമ്മളുടെ കാലഘട്ടം മാറുന്നു, വിദ്യാഭ്യാസ മേഖല മാറുന്നു. ഈ കുട്ടികൾ നാളെ ഈ സമൂഹത്തിൽ ഉന്നതരാകും. ലോകത്തിൽ തന്നെ ഏത് കുട്ടികളോടും കടപിടിക്കുവാൻ പ്രാപ്തരായ കുട്ടികളായി കേരളത്തിലെ കുട്ടികൾ മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇന്നലകളിൽ റബ്ബർ കച്ചവടക്കാരനാണ് ഷാജി. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു മാർക്കറ്റിലെ വിപണി അല്ലെങ്കിൽ വിപണനം എങ്കിൽ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ മുമ്പേ ഉദ്ഘാടക സൂചിപ്പിച്ചതുപോലെ അറിവാണ്, നോളജാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായി വിറ്റഴിക്കുന്നതും വാങ്ങാൻ ആൾക്കാരുള്ളതും ഈ അറിവാണ്. അത് അതിൻ്റെ വിവിധ മേഖലകളിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വൈവിധ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മനുഷ്യത്വം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ അറിവൊക്കെ നേടുന്ന കൂട്ടത്തിൽ മനുഷ്യത്വം നമ്മൾ മറന്നു പോകുന്നു. ആ മറക്കാൻ പാടില്ലാത്ത മനുഷ്യത്വം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളൊക്കെ തനി ഗ്രാമത്തിൽ ജനിച്ച് കാർഷിക മേഖലയിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്കൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞത്. മനുഷ്യരെ സ്നേഹിക്കാൻ നമ്മൾ കഴിയണം, അയൽവാസികളെ സ്നേഹിക്കാൻ കഴിയണം, സമൂഹത്തോട് സ്നേഹിക്കാൻ കഴിയണം. ഇതാണ് സഖാവ് EMSൻ്റെ പേരിൽ ഒരു സാംസ്കാരിക വേദി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ആ സഖാവിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ ഇങ്ങനൊരു സാംസ്കാരിക വേദി ഉണ്ടാക്കാൻ കാരണം ഒരു പക്ഷെങ്കിൽ അന്ന് 57-ൽ അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എഴുത്തും വായനയും അറിയുന്ന ഒരു സാക്ഷര കേരളമായി മാറില്ലായിരുന്നു. ആ മന്ത്രിസഭയുടെ കാലത്താണ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർക്കാരൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ മന്ത്രിയാവുന്നു. വിദ്യാഭ്യാസ സാർവത്രികവും സമ്പൂർണമായി പ്രഖ്യാപിക്കുന്നു. എല്ലാ കുട്ടികൾക്കും അന്നുവരെ ഫീസ് കൊടുത്തായിരുന്നു പഠിച്ചിരുന്നെങ്കിൽ ഫീസ് വേണ്ട, പഠിക്കുവാൻ 10ാം ക്ലാസ് വരെ പഠിക്കാൻ ഫീസ് വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നു. ഇന്നിപ്പോൾ 10ാം ക്ലാസ് അല്ല, ഡിഗ്രിക്ക് പോകുമ്പോഴും ഫീസ് വേണ്ട സർക്കാർ സ്കൂളുകളിൽ, അല്ലേ? 1ാം ക്ലാസ്സിലും അംഗനവാടിയിലും എല്ലാം ഉച്ചഭക്ഷണവും പ്രാതൽ ഉൾപ്പെടെ സർക്കാർ സ്കൂളുകളിൽ കൊടുത്ത് നമ്മുടെ കുട്ടികളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റുകയാണ്. ഇതേ അംഗനവാടി ടീച്ചർ ഇരിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലില്ലേ, 3 ദിവസമുണ്ട്. അതും പാക്കറ്റ് പാൽ പാടില്ല. ശരിയാണോ? എവിടുന്ന പാല്? നറുമണം മാറാത്ത, അതിൻ്റെ ഒറിജിനൽ രുചി മാറാത്ത പാല് തന്നെ കുട്ടികൾ കൊടുക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കുട്ടികൾ വളർന്ന് ഈ കുട്ടികൾ ഈ നല്ല ഭക്ഷണവും നല്ല സൗകര്യം കിട്ടുന്ന കുട്ടികൾ ഒരു 5-10 വർഷം കഴിയുമ്പം 10ാം ക്ലാസ്സും +2ഉം ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തുമ്പോൾ അവരൊക്കെ കേരളത്തിലെ ഉന്നതരാകും. ആ കേരളത്തിലെ ഉന്നതർ ഇന്ത്യയിലെയും ലോകത്തിലെയും ഉന്നത നിലവാരമുള്ള വിദ്യാർത്ഥികളും മിടുക്കരായ യുവാക്കളുമായി മാറും എന്നതിലൊരു സംശയമില്ല. അങ്ങനെ വിജയിച്ചു വരുന്ന കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഒന്ന്, നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട്, നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു, നാളെ ഇതിനേക്കാൾ ഉന്നത വിജയം നേടണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സാംസ്കാരിക വേദി സംഘടിപ്പിച്ചുകൊണ്ട് 6 വർഷമായി ഈ ചടങ്ങ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ തൃപ്തരാണ്. കാരണം 6 വർഷമായി ആദ്യ വർഷം കൊടുത്ത കുട്ടികളൊക്കെ അത്യാവശ്യം ഇപ്പം ചില മേഖലകളൊക്കെ എത്തിപ്പെട്ടു കഴിഞ്ഞു. അവരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അന്നത്തെ പ്രോത്സാഹനം എൻ്റെ ജീവിതത്തിന് ചെറിയ ഒരു മാറ്റത്തിന് എന്നെ കാരണമാക്കിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. അത് കേൾക്കുമ്പം വല്ലാത്ത സന്തോഷം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും മുമ്പേ പറഞ്ഞതുപോലെ നാളുകളിൽ ഇതിൻ്റെ സംഘാടകരായി കൂടി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും വലിയ അഭിനന്ദനങ്ങൾ, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമേ ഇന്നിവിടെ നൽകുന്ന അനുമോദനം ഏറ്റുവാങ്ങിക്കാൻ വന്നവരൊന്ന് കൈവെക്കൂ. അനുമോദനം ഏറ്റുവാങ്ങിക്കാൻ വന്നവർ അറിയാൻ വേണ്ടി അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി, വേറെ ഒന്നല്ല. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെല്ലാം അംഗീകരിച്ച് അവർക്കൊരു അനുമോദനം കൊടുക്കുക എന്നുള്ളതാണ് സാംസ്കാരിക വേദി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ചുരുങ്ങിയ വാക്ക് നിങ്ങളോട്, ഞാൻ കയറി വന്നപ്പോൾ ഉദ്ഘാടകൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് ആഗ്രഹം, സയൻറ്റിസ്റ്റാണോ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കണ്ടേ. ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരൊന്ന് കൈവയ്ക്കുക. എല്ലാ ദിവസവും പത്രം വായിക്കുന്നവർ മുതിർന്ന ആളുകൾ ഇപ്പോൾ കൈവക്കാൻ പറഞ്ഞാൽ ഒരു സുഖമായിട്ട് കൈവക്കും. ഞാൻ ഈ കുട്ടികളോട് ചോദിക്കാൻ കാരണത്തുള്ളൂ. ഇപ്പോൾ പത്രത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? കാരണം നമ്മളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ നിങ്ങളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിനകത്തൊന്ന് സ്ക്രോൾ ചെയ്താൽ വാർത്ത അപ്ഡേറ്റായി പിറ്റേ ദിവസം വരുന്ന മാധ്യമത്തിൽ വരുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ കിട്ടും. തർക്കമില്ലല്ലോ അല്ലേ? ഏറ്റവും അവസാനം നടന്ന വിമാനാപകടം എവിടെയായിരുന്നു? വിമാനാപകടം എവിടെയാണ് നടന്നേ? ആകെ കുഴപ്പമാവോ? ഇന്ത്യയിലൊരു വിമാനാപകടം അറിഞ്ഞാ എവിടെയാണ് നടന്നേ? അഹമ്മദാബാദ്. ഏതാ വിമാനം? എയർ ഇന്ത്യ. ആ ചോദ്യം ചോദിച്ചാൽ അവിടെ നിർത്താം. ഞാനിത് നിങ്ങളെ ആരെയും
ആരെയും തലകുനിച്ചു നിർത്താനോ അല്ലെങ്കിൽ അവാർഡ് വാങ്ങിക്കാൻ വന്ന ആളുകളെ അങ്ങനെ മോശമാക്കാനോ വേണ്ടിയല്ല. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കേവലം പാഠപുസ്തകത്താളുകളിൽ അച്ചടിച്ചിട്ടുള്ള അക്ഷരങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മത്സര ബുദ്ധിയോടുകൂടിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം ദൈനംദിനമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നേരത്തെ ചോദിച്ചു ഡോക്ടർ, സയൻറ്റിസ്റ്റ്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അബ്ദുൽ കലാമിനെ കേട്ടിട്ടുണ്ടോ? ഒരു ചോദ്യത്തിന് ഉത്തരം പറയില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ പരിപാടി അവസാനിപ്പിക്കാം, പ്രശ്നമില്ല. നമുക്ക് പറഞ്ഞൂലേ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് മനസ്സിലായില്ലോ? തർക്കമില്ലല്ലോ. അബ്ദുൽ കലാമിനെ കേട്ടിട്ടുണ്ടോ? അബ്ദുൽ കലാം ആരാ? തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിയായിരുന്ന EMS അവിടെ നിന്നും ക്ലാസ് മുറിയിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്ര ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകൻ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞത്, ഒരു പക്ഷേ ചരിത്ര വിഭാഗത്തിൽ റാങ്ക് നേടേണ്ട, ഉന്നത വിജയം നേടേണ്ട ഏറ്റവും മികച്ച എൻ്റെ വിദ്യാർത്ഥിയാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ വിദ്യാർത്ഥി ഈ രാജ്യത്തിന്റെ, ഈ കേരളത്തിന്റെ ചരിത്രം സൃഷ്ടിക്കും എന്ന് EMSനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാനിത് ആദ്യം സൂചിപ്പിക്കാൻ കാരണം വേറെ ഒന്നല്ല, ചോദ്യം ചോദിക്കാൻ, ഉത്തരം പറയാൻ ഒരു മടിയും വിചാരിക്കണ്ട. തെറ്റിക്കോട്ടെ, തെറ്റി എന്താ പ്രശ്നം? നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉത്തരങ്ങൾ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഞങ്ങളും പറയും. അറിയാത്തത് എന്താ പറയാ, അറിയില്ല, നോക്കിയിട്ട് പറയാം, തർക്കമില്ലല്ലോ. നമ്മൾ എവിടെയാണോ പേടിക്കുന്നത് അവിടെയാണ് നമ്മളുടെ തോൽവി ആരംഭിക്കുന്നത്. ഒരു കാരണവശാലും പേടിക്കരുത്. അപ്പൊ അബ്ദുൽ കലാം ആരാ? ഇന്ത്യയുടെ മുൻ പ്രസിഡന്റാണ് അല്ലേ? തർക്കമില്ല. വേറൊരു പേരുണ്ടായിരുന്നു, അറിയോ? അദ്ദേഹത്തെ ഒരു പേര് വിശേഷിപ്പിച്ചിരുന്നു. ISR ചേർന്ന് ശരിയാണ്, ഒരു പേര് വിശേഷിപ്പിച്ചിരുന്നു, അറിയോ? കറക്റ്റാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചിരുന്ന എന്നെയും നിങ്ങളെയും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തോട് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളാണ് അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡ്രീം ഡ്രീം, തിങ്ക് 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 ആൻഡ് മേക്ക് യുവർ തോട്ട്സ് ഇൻ ടു ആക്ഷൻ എന്ന് വിദ്യാർത്ഥികളോട് സ്വപ്നം കാണാൻ, സ്വപ്നം കണ്ടതിനെ കുറിച്ച് ചിന്തിക്കാൻ, ചിന്തിച്ചത് നടപ്പിലാക്കാൻ വേണ്ടി ഇടപെടാൻ ആദ്യമായി വിദ്യാർത്ഥി സമൂഹത്തോട് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് അബ്ദുൽ കലാം. മനസ്സിലായോ? അപ്പം ഞാൻ അത് പറഞ്ഞ അതിൽ നിർത്തുകയാണ്. സയൻറ്റിസ്റ്റ് ആകാം, ഡോക്ടറാകാം, പോലീസാകാം, എടുക്കുന്ന ജോലി ഏതുമാകട്ടെ, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ തൊട്ട് എടുക്കുന്ന ജോലി ഏതുമാകട്ടെ, ആ ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് എന്ന് കാണുന്ന, വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പറയുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ഇടപെടുന്ന മേഖലയിൽ, നിങ്ങളുടെ മേഖലയിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ, ആ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ഒന്നാമതാകും തോറും കൂടെയുള്ളവനെ ചേർത്ത് പിടിക്കാൻ, നേരത്തെ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാനവികത ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് എന്നോട് അവസാനിപ്പിക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ രാധേട്ട ഇവിടെ ഉണ്ട്, നമ്മളുടെ കൃഷ്ണ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പാബ്ലോ പിക്കാസോനെ കേട്ടിട്ടുണ്ടോ? ഈ EMS സാംസ്കാരികതയുടെ പേരിൽ സംഘടിപ്പിച്ച സംഘാടകർക്കും ഒപ്പം തന്നെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വന്ന ഇതിൻ്റെ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യാനുള്ള അജയ് ഘോഷ്, മനു പുതിയവണം, എല്ലാവർക്കും ഈ സാംസ്കാരികതയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.